Welcome back to Career Win Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊമേഴ്സ് വിഭാഗത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് കൊമേഴ്സ് വിഭാഗം ബി.എഡ് അഡ്മിഷൻ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് നിങ്ങളുടെ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ബി.എഡ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ലിങ്ക് കാണാൻ സാധിക്കും. ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ ക്യാപ്പൈഡും അതേപോലെ തന്നെ സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കാം. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെൻറ് എയ്ഡ് കോളേജിൽ മാത്രമാണ് ഫീസ് കൊടുക്കാതെ പഠിക്കാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ സെൽഫ് ഫിനാൻസ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് ഓരോ സെമസ്റ്ററിലും നിശ്ചിത ഫീ കൊടുത്ത് നിങ്ങൾ പഠിക്കണം. ഈ രണ്ട് വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്ററും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കണം. ഈ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിലവിൽ ഒന്നാമതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫസ്റ്റ് നിങ്ങൾ മാൻഡേറ്ററി ഫീ നിർബന്ധമായിട്ട് അടക്കുക. അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അതായത് 145 രൂപയും മറ്റുള്ളവർ ജനറലായിട്ടുള്ള മറ്റുള്ള എല്ലാ വിഭാഗക്കാരും SC/ST OEC വിഭാഗത്തിൽപ്പെടാത്ത ബാക്കിയുള്ള എല്ലാവരും 575 രൂപയുമാണ് ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഇന്നും നാളെയായിട്ട് മാൻഡേറ്ററി ഫീ അടച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും 6/8/2025 വൈകിട്ട് 4 മണിക്കുള്ളിൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച കോടതിയിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്താലും മതിയാവില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ മാൻഡേറ്ററി ഫീ അടച്ച് പ്രവേശനം നേടാത്തവരുടെ നിലവിലെ അലോട്ട്മെൻറ്റ് നഷ്ടമാവുന്നതായിരിക്കും. 6/8 യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടക്കാതെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും പിന്നീട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സ് ബി.എഡ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അതിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും എല്ലാ രേഖകളും അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സുകളും ഒറിജിനലായിട്ടുള്ള എടുത്തുകൊണ്ട് നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി അതേപോലെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാ ഹയർ ഓപ്ഷൻസും അതായത് നിങ്ങൾക്ക് 5ാമത് ലഭിച്ച കോളേജാണ് 5ാമത് കൊടുത്ത കോളേജിന് അഡ്മിഷൻ ലഭിച്ചെങ്കിൽ എല്ലാ ഹയർ ഓപ്ഷൻസും നിങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതായത് താല്പര്യമുണ്ടെങ്കിൽ 5ാമത് കിട്ടിയ കോളേജിൽ നിങ്ങൾ പെർമനൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിർബന്ധമായിട്ട് ക്യാൻസൽ ചെയ്യേണ്ടതാണ്. എന്നാൽ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അതായത് കൊമേഴ്സ് ബി.എഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു മുഖ്യ അലോട്ട്മെൻറ്റ് മാത്രമാണുള്ളൂ. അതായത് ഈ പറയുന്ന അലോട്ട്മെൻറ്റിൽ തന്നെ എല്ലാ സീറ്റും ഫില്ലാവും. അതിനുശേഷം ഏതെങ്കിലും വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് അതിനുശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളുടെ റാങ്ക് പ്രസിദ്ധനുസരിച്ചായിരിക്കും പിന്നീട് അഡ്മിഷൻ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന വിദ്യാർത്ഥികളെ ഈ പറയുന്ന വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സാധ്യതയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ കൊമേഴ്സ് ബി.എഡിൻ്റെയും ക്ലാസ് 6-ാം തീയതി ഈ പറയുന്ന ഓഗസ്റ്റ് 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്യുവാൻ അതായത് എഡിറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 6/8/2025 മുതൽ 7/8/2025 രാവിലെ 11:30 വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അതിനുശേഷം യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വേണമെങ്കിൽ ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, വെയിറ്റേജ്, ഫോട്ടോ, മാർക്ക്, കോളേജ് എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളും വിദ്യാർത്ഥികൾ വീണ്ടും സേവ് ചെയ്ത് പ്രിവ്യൂ നോക്കി മാറ്റം വന്നിട്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. എഡിറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോ ഘട്ടത്തിലും വീണ്ടും സേവ് ചെയ്ത് നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഒരു കാരണവശാലും പരിഗണിക്കുന്നില്ല. ഈ കാര്യം വളരെ പ്രത്യേകം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അതേപോലെ ബി.എഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഓപ്ഷൻ്റെയും എല്ലാ സബ്ജക്റ്റുകളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ട് 16/8/2025 വരെയാണ്. അപ്പോൾ 16/8/2025 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുക. അതേപോലെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ PSC അംഗീകാരമുള്ള ബി.എഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജസ്റ്റ് താഴെ കൊടുത്ത ആ പേഴ്സൺ നമ്പർ ബി.എഡ് ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ ആവശ്യമായിട്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ട് ഇത്തരത്തിൽ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലേക്ക് എനാബിൾ നോക്കുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.